Hello, good morning. 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 Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning. Okay. ഓക്കെ, നമ്മള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കണേ അല്ലേ? അല്ലേ? യെസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ. ഡിസാസ്റ്റർ, ദുരന്തങ്ങള്, പല രീതിയിലുള്ള ദുരന്തങ്ങള് നമ്മളുടെ നാടിനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എഫക്ട് ചെയ്യാറുണ്ട്. അത് എന്താ പറയാ, അത് ഉണ്ടാക്കുന്ന അപകടങ്ങള്, അതുപോലെ തന്നെ ആപത്തുകള്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ an important role to be played by the hospitals. നമുക്കറിയാം, നമ്മൾ എന്തിനാ ഇവിടെ ഈ ദുരന്തത്തെ കുറിച്ചൊക്കെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുരന്തങ്ങൾ ഒക്കെ അറിയുന്ന സമയത്ത് the hospitals have their important role to play അല്ലെ. അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു ദുരന്തം ഉണ്ടാകുന്ന ആ ഒരു സ്ഥലത്ത്, ദുരന്തം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത്, വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, കാറ്റ്, അതായത് ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ ഒക്കെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധി രോഗങ്ങൾ പുറപ്പെടുന്നതും ആയിക്കോട്ടെ അല്ലെ, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, അങ്ങനെ എർത്ത് ക്വേക്ക്, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അത് ആ ഒരു കമ്മ്യൂണിറ്റിയെ ശരിയായി ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ എഫക്റ്റഡ് വിക്ടിംസ്, അതിൽ ഇരയായവരെ, ആ ദുരന്തങ്ങളിൽ ഇരയായവരെ will be brought to the nearest hospitals for giving aid അല്ലെ, ഫസ്റ്റ് എയ്ഡ്. അവർക്ക് എന്താ പറയാ, ശുശ്രൂഷ നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നത് നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലായിരിക്കും. അപ്പൊ ദുരന്തങ്ങളുടെ സ്ഥലത്ത് മനുഷ്യന്മാരുടെ ജീവനും ഒരുപാട് എന്താ പറയാ, ജീവൻ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് സീരിയസ്ലി ഇഞ്ചേർഡ് ആകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ആയിട്ട് രക്ഷപ്പെടാം. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും എല്ലാവരെയും നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കണം. അപ്പൊ അവിടെയാണ് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊന്നും ശുശ്രൂഷിക്കാൻ അറിയില്ല അല്ലെ. അവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ രക്ഷപ്പെടുന്നവര് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും കെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കെയർ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ദേ ഹാവ് ടു ബി ഷിഫ്റ്റഡ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ PG ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG ക്ലാസ്സിൽ അങ്ങനെ നമ്മൾ ഡിസാസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്നത്. അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മളിവിടെ അലർട്ട് ആയിട്ടിരിക്കണം. ആര്? ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ്, ഹോസ്പിറ്റൽസിലെ എംപ്ലോയീസ്. ഓക്കെ, അവരെല്ലാവരും ഭയങ്കരമായിട്ട് അലർട്ട് ചെയ്ത് ഏത് നിമിഷവും ഉണ്ടാകാം. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ, അതായത് തൊട്ടടുത്ത നിമിഷം, അടുത്ത നെക്സ്റ്റ് മൊമെന്റിൽ വാട്ട് വിൽ ഹാപ്പൻ വി കനോട്ട് പ്രെഡിക്റ്റ് അല്ലെ. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എവറി ടൈം ദ ഹോസ്പിറ്റൽ ഹാവ് ടു ബി അലേർട്ട്. ഹോസ്പിറ്റൽസ് എങ്ങനെയായിരിക്കണം? അലേർട്ട് ആയിരിക്കണം. അത് എന്താ പറയാ, അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ അവരെപ്പോഴും എന്താ പറയാ, അവർ എക്യുപ്ഡ് ആയിരിക്കണം. അലേർട്ടായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, എപ്പോഴെങ്കിലും ദുരന്തം ഉണ്ടാകുന്ന ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ പോരാ. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അങ്ങനെ കൊണ്ടുവരുന്നവരെ നമുക്ക് ശുശ്രൂഷിക്കാനുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പ്രിപ്പയർഡ് ആയിട്ട് കുറച്ച് എന്തെങ്കിലും ചെറിയ പ്രിപ്പറേഷൻസ് കൊടുത്ത് ഇരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിസാസ്റ്ററിനെ കുറിച്ച് പഠിക്കുക. ആൻഡ് യു പീപ്പിൾ, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് പഠിക്കുന്ന നമ്മളും ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഹോസ്പിറ്റൽസിൽ എന്താ പറയാ, ഇത്തരം ദുരന്തങ്ങൾ ശരിയായി ബാധിക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വലിയൊരു ഇഫക്റ്റ് ഹോസ്പിറ്റൽസിലുണ്ട് എന്ന് നമ്മളും മനസ്സിലാക്കിയിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ഡിസാസ്റ്റർ എന്തുകൊണ്ട് മാനേജ് ചെയ്യപ്പെടണം അല്ലെ, ഏതൊക്കെ തരത്തിലുണ്ട് നമുക്കറിയാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ട്. എർത്ത് ക്വേക്കുകളും, അതുപോലെ തന്നെ ഹരിക്കെയിൻസ്, കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ എപ്പിഡമിക്സ്, പലതരത്തിലുള്ള എന്താ പറയാ രോഗങ്ങള്, പകർച്ചവ്യാധി രോഗങ്ങള്, ഫ്ലഡ്, ഇതൊക്കെ
വലിയ വലിയ ദുരന്തങ്ങൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് കൊണ്ട് മനുഷ്യന്മാര് ടോയിൽ എന്ന് പറഞ്ഞത് നമ്മള് ദ ഗ്രേറ്റസ്റ്റ് ടോയിൽ ഓൺ മാൻകൈൻഡ്, മനുഷ്യരാശിയിലാണ് ഇതിന്റെ വലിയ വിപത്ത് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത്. കാരണം മനുഷ്യന് പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എന്താ പറയാ റിക്കവർ ചെയ്ത് ഒന്ന് ശരിയാകാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, കുറെ സമയമൊക്കെ എടുക്കും അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്ക് ആ പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ പറ്റാതെ നാട് വിട്ടൊക്കെ പോകേണ്ടി വരും. അതല്ലേ പറയാ, ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി താമസിക്കുന്നവരുണ്ട്. അതൊക്കെ ഇങ്ങനെ വിജനമായ ഭൂമി പോലെ. എക്സാമ്പിൾ വയനാട്. കഴിഞ്ഞ വർഷം നമുക്ക് അറിയാം വയനാടിൽ ഉണ്ടായിരുന്ന ഭയങ്കര വലിയ ഒരു ലാൻഡ് സ്ലൈഡ്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ എന്താ പറയാ ഒരു വലിയൊരു ഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലാതെ അവിടെ ഒന്നും വലിയ കാര്യമായിട്ട് മനുഷ്യന്മാര് താമസിക്കുന്നില്ല. കാരണം അത് അങ്ങനെയുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ അത് ഇനി വീണ്ടും അതിനെ ഒന്നും നമുക്ക് പുനരുദ്ധരിച്ച് അവിടെയൊക്കെ കൊണ്ടുവന്ന് വീടുകളൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഇത്തരം ഈ ഡിസാസ്റ്റേഴ്സ് നമ്മുടെ മാൻകൈൻഡിന് വലിയ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇയർ 1980 to 2009, 1980 മുതൽ 2009 വരെയുള്ള ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ചില ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ് അല്ലെ. അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് ആണോ? യെസ്. സോ ടു ദ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ നമ്മള് പറഞ്ഞു വരുന്നത് ഇതാണ്, ദ ഹോസ്പിറ്റൽ ഹാവ് ടു ബി ready or they have to make some preparedness എന്ന് വെച്ചാൽ ഒരുങ്ങിയിരിക്കണം ഹോസ്പിറ്റൽസ് ടു ഡീൽ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഏത് തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കർ ചെയ്താലും ഇത്തരം ഒരു ആക്രമണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ പോലെയുള്ള ആക്രമണങ്ങളെ നേരിടാൻ വേണ്ടി നമ്മളെപ്പോഴും സന്നദ്ധരായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ആര്? ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യേണ്ടവരായ നമ്മളും അലേർട്ട് ആയിട്ടിരിക്കണം. അതെന്ന് വെച്ചാൽ ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്കും അതിനകത്ത് വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസിലേക്ക് വരുന്ന ഇത്തരം ഡിസാസ്റ്റേഴ്സിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നു ദുരന്തത്തിൽ പെട്ട ആളുകളെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുമ്പോ നമ്മൾ ഹോസ്പിറ്റൽസിന് അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട്. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമായ നമ്മളും അതിൽ ചെന്ന് എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേഷൻ കൊടുക്കണം. നമ്മളുടേതായ രീതിയിൽ നമ്മളും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ആൻഡ് ഇത്തരം എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ഒക്കെ we should be always prepared. നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം ഹോസ്പിറ്റൽസ്. ആൻഡ് ഓൾസോ ഇഫ് ദർ ഈസ് എനി വാർണിംഗ് ടു ബി ഗിവൺ ടു ദ പീപ്പിൾ, അതായത് ആളുകൾക്ക് ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഫ് ഇറ്റ് ഈസ് നോൺ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെൽ ഇൻഫോംഡ് ടു ദം. ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വളരെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതായത് വെൽ ഇൻഫോംഡ് ടു ദ ഹോസ്പിറ്റൽസ് അവിടെയുള്ള സ്റ്റാഫിനും അതുപോലെ തന്നെ എന്താ പറയാ മറ്റുള്ളവർക്കും ഒക്കെ ആ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ഇസെൻഷ്യൽ റിലീഫ് പ്രോഗ്രാംസ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് എന്താ പറയാ ദുരന്ത നിവാരണത്തിനുള്ള ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാതെ ദുരന്തം ഉണ്ട് ആശുപത്രിയിലേക്കും ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ആളുകളുടെ ഒഴുക്ക്, അതായത് ഒരുപാട് രോഗികളെയും കൊണ്ടിട്ട് ഇതിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെയും കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് ഓരോ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ നോക്കണം. പെട്ടെന്ന് എല്ലാ ഇൻഫർമേഷൻസും എവിടേക്കാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിലായിരിക്കും അല്ലെ ഇത്രയും എന്താ പറയാ ഇത്തരം ദുരന്തങ്ങളൊക്കെ പെട്ടിരിക്കുന്ന ആളുകളെ ആദ്യം കൊണ്ടുവരുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കില്ല കൊണ്ടുപോകുക. എങ്ങോട്ടായിരിക്കും? ഒബ്വിയസ്ലി നമുക്കറിയാം ഇറ്റ് വിൽ ബി ടു ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുക. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന് അത്ര വലിയ കാഷ്വാലിറ്റി വിഭാഗമൊന്നും ഉണ്ടാവില്ല. അപ്പൊ താൽക്കാലികമായിട്ട് അതൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരും. പക്ഷെ ഈ കാഷ്വാലിറ്റിയിൽ എത്തിയിരിക്കുന്ന ഈ ദുരന്ത വിക്ടിംസിനെ, അതായത് ഇതിനെ ഇരയായവരെ കൊണ്ടുവരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ മൊത്തം ഇറ്റ് ഷുഡ് ബി വെൽ ഇൻഫോംഡ്. പെട്ടെന്ന് തന്നെ
ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒക്കെ എന്ത് ചെയ്യണം, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഒരുക്കാനാണ്. അതിന് ഒരുപാട് നഴ്സസിന്റെ ആവശ്യം വരും, ഒരുപാട് ഡോക്ടേഴ്സിന്റെ ആവശ്യം വരും. അപ്പൊ എല്ലാവരെയും ഇൻഫോം ചെയ്യുക ദുരന്തങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ. അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി വെൽ ഇൻഫോംഡ്. അത് എല്ലാവരെയും പെട്ടെന്ന് അറിയിക്കുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് എസെൻഷ്യൽ റിലീഫ് പ്രോഗ്രാംസ്. ഇതുപോലെയുള്ള ദുരന്ത നിവാരണ പരിപാടികൾ വേഗം തന്നെ നടപ്പിലാക്കുക. ആലോചിച്ചുകൊണ്ടിരിക്കാനല്ല പറയുന്നത്, നടപ്പിലാക്കാനാണ്, ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് ക്ലിയർ ആണോ? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. The level of preparedness directly governs how a hospital deals with the initial onslaught of a disaster. എത്രത്തോളം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു, ഓരോ ഹോസ്പിറ്റൽസും എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു, അത്രത്തോളം നല്ല രീതിയിൽ ഈ ദുരന്തങ്ങളുടെ ആക്രമണത്തെ നമുക്ക് നേരിടാൻ പറ്റും. വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരുങ്ങിയിരിക്കുക, അല്ലെ? നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയധികം വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓൺസ്ലോട്ട് എന്ന് പറഞ്ഞ ആക്രമണം എന്നാണ് കേട്ടോ. അതായത് ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന ആക്രമണത്തെ നമുക്ക് വലിയ എന്താ പറയാ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ, അതാണ് പറഞ്ഞത്, എങ്ങനെയാണെങ്കിൽ ദ ലെവൽ ഓഫ് പ്രിപ്പയർഡ്നെസ്, അതായത് എത്രത്തോളം നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു അത് ആശ്രയിച്ചിരിക്കും. നമ്മൾ ഒരു പ്രിപ്പയർഡ്നെസ്സും ഇല്ല, നമ്മൾ അതൊക്കെ നടന്നു പോട്ടെ, വരുമ്പോ അല്ലേ, അത് എപ്പോഴെങ്കിലും അല്ലേ. നമ്മുടെ നാടിനെ ഒന്നും ദുരന്തങ്ങൾ ബാധിക്കില്ല, നമ്മുടെ നാടിനെ ഒന്നും ദുരന്തം കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ആ മൈൻഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ ഒരു കാലത്ത്, അതായത് നമ്മളിങ്ങനെ റീസെയിലും അതുപോലെ അവിടെ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളപ്പൊക്കം എന്നൊക്കെ വായിച്ചും കണ്ടും ടിവിയിലൊക്കെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ അടുത്തേക്ക് വെള്ളം കൂടി വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് ആർക്കും വരാവുന്ന കാര്യമാണ്. അതൊക്കെ വലിയ കാര്യമായിട്ട് എന്താ പറയാ, വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോ ചിലപ്പോഴൊക്കെ നമുക്കൊരു എന്താ പറയാ ഒരു ഇതുമാണ്, ഇത്രയും വെള്ളത്തിലൊക്കെ ചെറിയ ഇതായിരുന്നപ്പോ നമുക്ക് അങ്ങനെ വലിയ വെള്ളപ്പൊക്കത്തെ പേടിയൊന്നുമില്ല, വെള്ളത്തിൽ കളിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാ അല്ലെ. ചെറിയ വെള്ളപ്പൊക്കമൊക്കെ വന്ന്, അതായത് പാടമൊക്കെ ഉണ്ടായിരുന്ന ഏരിയ ഒക്കെ ആയിരുന്നുകൊണ്ട് വെള്ളമൊക്കെ പോകും, ചങ്ങാടമൊക്കെ കെട്ടി കളിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ആസ്വദിച്ചിരുന്നു. പക്ഷേ ഇത് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. തലയ്ക്ക് മീതയിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ ആസ്വദിക്കാൻ സമയമില്ല. നീന്താൻ അറിയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ്, അത് നമ്മളെയും ബാധിക്കും, നമ്മളും പ്രിപ്പയർഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്താണെന്നറിയോ, പിന്നീട് 2018 കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിലെല്ലാം ഒരു 5 ദിവസം മഴ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താൽ അപ്പൊ തന്നെ പതുക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ താഴത്തെ നിന്നൊക്കെ വെള്ളം മുകളിലേക്ക് കയറ്റി വെക്കുക, കുറച്ചുകൂടി സേഫ് ആക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കൊതുക്കലും മറക്കലും ഒക്കെ ചെയ്യും ആൾക്കാർ. എന്താ കാരണം, ഈ 5 ദിവസം മഴ കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ അടുത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളില്. അതുപോലെ റോഡുകളിലൊക്കെ ഇച്ചിരി വെള്ളം ഇങ്ങനെ വരുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും അന്നത്തെ പോലെ വെള്ളപ്പൊക്കം വന്നേക്കാം, അല്ലെ? അതൊന്നും ഞങ്ങള് പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നു, ഇനി ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട. അന്ന് നമുക്ക് ഇൻഫർമേഷൻ ഇല്ല, എന്തുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഇത്രയും പൊങ്ങും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിവില്ല. അതുകൊണ്ട് സകലമായ സാധനങ്ങൾ എന്ത് ചെയ്യും, നശിച്ചുപോയി എന്നുള്ളതാണ്. നമ്മളുടെ ടിവിയും മറ്റു കാര്യങ്ങളും, ഗ്യാസ്, അതുപോലെ തന്നെ സെറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലെ. പിന്നീടൊക്കെ വീണ്ടും അധികമൊക്കെ മാറ്റി നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ പറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് എത്രത്തോളം ആളുകളിലേക്ക്, അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആകുന്നതും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അത്തരം ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാഫ്സിനെയൊക്കെ അറിയിച്ച് അവര് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അത്തരം റിലീഫ് പ്രോഗ്രാമുകൾ വേഗം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് we can also try to reduce the impact of disasters. ഈ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകാവുന്ന വലിയ ആ ഒരു ദുരന്തം, അതിനെ നമുക്ക് എന്താ ചെയ്യാം, കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ കുറയ്ക്കാനൊക്കെ പറ്റും. തടയാനൊന്നും പറ്റില്ല, വലിയ കാര്യമായിട്ട് തടയാൻ പറ്റുമോ? വെള്ളപ്പൊക്കം വരുമോ? ഇത് തടയാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? നമ്മൾ പോയിട്ട് അങ്ങനെ കടന്നു നിന്നാൽ മതിയോ? പറ്റില്ല. അത് ചിലപ്പോൾ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒക്കില്ല എങ്കിലും we can mitigate such loss. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറയ്ക്കാനായിട്ട്, മിറ്റിഗേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറച്ചുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മരണനിരക്കുകൾ കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അത് ആ ഡിസാസ്റ്ററിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ടുണ്ടാക്കുന്ന ആഘാതങ്ങള്, മരണനിരക്കുകൾ, അതിന്റെ പ്രത്യാഘാതങ്ങളുടെയൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ ഡിസാസ്റ്റർ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് ഇതിന്റെ നെഗറ്റീവ് ഇഫക്റ്റിനെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനൊക്കെ പറ്റും. അതെങ്ങനെ? ഡിസാസ്റ്ററിന്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതനുസരിച്ച് പ്രവർത്തിക്കണം, വേഗം തന്നെ ആക്ട് ചെയ്യേണ്ടത് ആക്ട് ചെയ്യണം. ആലോചിക്കാൻ അവിടെ സമയമില്ല. ആലോചിച്ച് നിൽക്കുന്നതോറും ഓരോ ജീവനും അപകടത്തിലായിക്കൊണ്ടിരിക്കും.
മനസ്സിലായോ? അതാണ് much can be done both to prevent and reduce the negative impact of disasters on health. ആരോഗ്യത്തിന് എന്താ പറയാ പെട്ടെന്ന് എന്താ പറയാ നെഗറ്റീവായിട്ട് ഇഫക്ട് ചെയ്യാതെ അത് മനുഷ്യന്മാരുടെ മരണനിരക്കുകൾ കുറയ്ക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ ചിലപ്പോ എർത്ത് ആണെങ്കിൽ ഈ ഭൂമികൾക്കൊക്കെ ആണെങ്കിലേ അതും ഇതൊക്കെ ഇടിഞ്ഞിടിഞ്ഞൊക്കെ വീഴും. അപ്പൊ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു ഇൻഫോർമേഷനോ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും സൂചന നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം തന്നെ ആളുകളെ നമുക്ക് ആ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതാണ് പറയാ, ഇങ്ങനെ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? ആ സെന്റൻസ് നിങ്ങൾ ഇതാക്കിയാൽ മതി. അടുത്തത് we have to study about the phases of disaster. ഡിസാസ്റ്ററിന്റെ ഫേസസ് ആണ്. ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ ഒരു തലങ്ങളാണ്. ഡിസാസ്റ്റർ ഉണ്ടാകുന്ന തലങ്ങൾ ഇവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിസാസ്റ്ററിന്റെ തലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാർട്ടിൽ കൊടുത്തേക്കണേ. ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും? അതിന് പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഡിസാസ്റ്ററിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാം, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ദുരന്തത്തിന്റെ ആഫ്റ്റർ ഇഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാം. പിന്നെന്താ, നമുക്ക് അതിൽ റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാമെങ്കിൽ അത് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസാസ്റ്ററിന്റെ ഫേസസിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ ആക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു എന്താ പറയാ കുറച്ച് മോചനം, അത്തരം വിക്ടിംസിനെ നമുക്ക് മോചിപ്പിക്കാന്, അവർ റിക്കവർ ചെയ്യാന് എന്നൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഫേസസ് ആണ്. ആ ഒരു ചാർട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആ ചാർട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാർട്ടാണ്. അണ്ടർലൈൻ ചെയ്ത് ടിക്കറ്റ് വെച്ചേക്കാം. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ എന്നുള്ളതിന്റെ ആ ചാർട്ട്. ഓക്കെ, ഇനി വെൻ ഡിസാസ്റ്റർ ഒക്കർ, നമുക്ക് ഡിസാസ്റ്ററിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഫേസസ്, അതിന്റെ ഒരു ചാർട്ട് രൂപത്തിലാണ്. എന്നിട്ട് ഫേസസ് എന്ന് പറഞ്ഞാൽ മോചനമല്ല, ഒരു ഡിസാസ്റ്ററിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട തലങ്ങളാണ്, അങ്ങനെ പറയാ കേട്ടാ. അതിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ. ഓക്കെ, മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക മിറ്റിഗേഷൻ. തലങ്ങള്, ഘട്ടങ്ങള്. യെസ്, അത് തന്നെ. ഇനി നമുക്കറിയാം ഈ ഡിസാസ്റ്ററിനകത്ത് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട തലങ്ങൾ നമുക്കിവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഏതൊക്കെ തലങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് തലങ്ങൾ. മറ്റേത് അതിന്റെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ്, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ, അതിനെ കുറയ്ക്കാൻ, അല്ലെ, അതിനെ തടയാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ചാർട്ട് പോലത്തെ അതിൽ ആ ഒരു എന്താ പറയാ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, സർക്കിൾ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഡിസാസ്റ്ററിന്റെ ഫേസസ് എന്ന് പറയുന്നത് ഇവിടെ താഴെ കൊടുത്തിട്ട് പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലേർട്ട് ഫേസ്, ഇമ്പാക്ട് ഫേസ്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. ഇങ്ങനെ 5 ഫേസസ് ഓഫ് ഡിസാസ്റ്റർ, അതിന്റെ പ്രധാനപ്പെട്ട 5 തലങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദുരന്തത്തിന് തൊട്ട് മുന്നുള്ള ആ ഒരു തലം. പിന്നെ അലർട്ട് ഫേസ്, അലർട്ട് ആയിട്ടിരിക്കുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് താഴെ ഇട്ടതുകൊണ്ട് അന്നേരം പറയാം. പിന്നെ എന്താ? ഇമ്പാക്ട്, ആ ദുരന്തം കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട്, അതിന്റെ ആ ഒരു തലം. പിന്നെ പോസ്റ്റ് ഇമ്പാക്ട്, ദുരന്തത്തിന്റെ ഒക്കെ ശേഷം അതിന്റെ ആ എഫക്ട് ഒക്കെ കഴിഞ്ഞ് ഇമ്പാക്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തലമുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. അവസാനത്തേതാണ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഫേസ്. ഇതെന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അവസാനത്തെ ഘട്ടത്തിനെ അതിന്റെ ആ ഒരു ലെങ്ത് ഓഫ് ടൈം, അതായത് നമുക്ക് റീകൺസ്ട്രക്ഷനും അതുപോലെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷന് വേണ്ടി അല്ലെങ്കിൽ വേഗം അതിന്റെ ഇരകളെ ഈ വിക്ടിംസിനെ പെട്ടെന്ന് പുനരധിവസിപ്പിക്കാൻ, അതായത് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി രോഗമൊക്കെ ഒരുവിധമൊക്കെ എയ്ഡൊക്കെ കൊടുത്തു, അതായത് ശുശ്രൂഷയൊക്കെ കൊടുത്തു, കെയർ ഒക്കെ കൊടുത്തു, അവരെ എന്ത് ചെയ്യണം, അവിടെ തന്നെ കിടക്കാൻ പറ്റില്ല. കാരണം ഹോസ്പിറ്റൽസിലേക്ക് ഡിസാസ്റ്ററിൽ അകപ്പെട്ട ആളുകളെ പെട്ടെന്ന് കൊണ്ടുവരുന്നിരിക്കുകയാണ്. അപ്പൊ അധികം വലിയ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ പെട്ടെന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വിടണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? റീഹാബിലിറ്റേറ്റ് ചെയ്യണം, എവിടെയെങ്കിലും അധിവസിപ്പിക്കണം. അപ്പൊ അങ്ങനെ അധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണോ, അതോടൊപ്പം തന്നെ അവിടെ അതിനുള്ള ഇവർക്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന മരുന്നുകളും മറ്റു കാര്യങ്ങളും എക്യുപ്മെന്റും ഒക്കെ ഉണ്ടോ, ഇത്തരം റിസോഴ്സസിനെയും അതുപോലെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെയും ആശ്രയിച്ചിരിക്കും ഇതിന്റെ ലെങ്ത്. ഇത് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും.
ചില സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ പുനരധിവസിപ്പിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ശുശ്രൂഷയൊക്കെ കൊടുത്ത് ഹെൽത്ത് കെയർ ഒക്കെ കൊടുത്തിട്ട് വേഗം തന്നെ മരുന്നും ഇതൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഹോട്ടലോ അല്ലെങ്കിൽ ക്ലിയറൊക്കെ ഒടിവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവരെ അത്തരം സ്ഥലങ്ങളിലേക്ക് മാറ്റും. ചില ബിൽഡിങ്സിലേക്ക് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ അവരെ താൽക്കാലികമായിട്ട് അങ്ങോട്ടേക്കൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ മരുന്നുകള്, അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെന്റുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അത്. അപ്പൊ ചിലപ്പോ ചിലർക്ക് എഴുന്നേറ്റൊക്കെ പോയിട്ട് ചിലപ്പോ ബാത്റൂമിലൊക്കെ പോകാൻ പറ്റില്ല, അപ്പൊ ബെഡ് പാൻ അങ്ങനെയുള്ള സാധനം കൊടുക്കാനുണ്ടോ, ഇതൊക്കെ കൊടുത്തു വേണം അങ്ങോട്ടേക്ക് മാറ്റാനായിട്ട്. അപ്പൊ അതൊക്കെ അത്തരം റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നീണ്ടുപോകുമോ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ലാസ്റ്റത്തെ ഫേസ്. അങ്ങനെ നീണ്ടുപോകാനും സാധ്യതയുണ്ടെന്ന്, ബാക്കി ഫേസസ് പോലെയല്ല. മനസ്സിലായോ നിങ്ങൾക്ക് എന്താണെന്ന് ആ പോയിന്റിൽ എഴുതിയിരിക്കുന്നത്? ഔട്ട് ഓഫ് ദീസ് the reconstruction and rehabilitation phase last the longest എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചധികം നാളൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ടുന്ന റിസോഴ്സസും കൊടുക്കാൻ സൗകര്യമുണ്ടായെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ആൾക്കാരെ അതൊക്കെ ആ എന്താ പറയാ ഈ ഒരു ഫേസ്, ഈ ഒരു സ്ഥലം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം അവിടെ ആവശ്യത്തിന് റിസോഴ്സസ് ഇല്ല, പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലങ്ങളും അവൈലബിൾ അല്ല എങ്കിൽ ആ പ്രോസസ് അങ്ങനെ നീണ്ടുപോകും. പകുതി ആൾക്കാർ ഹോസ്പിറ്റലിന്റെ വാതിക്കെ വരാന്തയിലൊക്കെ കിടത്തിയിരിക്കുകയാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ആലോചിച്ച് നോക്കിയേ. അതാണ് പറഞ്ഞേക്കണ ലാസ്റ്റത്തെ സെന്റൻസ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അവിടെ ഒരു ആ ലോങ്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് ഇട്ടേക്കണ. ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഫോം ഇട്ടിട്ട് ഡി സ്മോൾ ലെറ്റർ എഴുതിക്കോട്ടാ. അതാണ് സെന്റൻസ് കണക്റ്റഡ് ആണ്, ഒരുമിച്ചുള്ള സെന്റൻസ് ആണ്, അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. സെന്റൻസ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഔട്ട് ഓഫ് ദീസ്, ഇതില് ഈ പറഞ്ഞിരിക്കുന്ന 5 ഫേസസില് ദ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് ലാസ്റ്റ് ദ ലോങ്സ്റ്റ്. അത് കുറച്ചധികം നാൾ ചിലപ്പോൾ നീണ്ടു നിൽക്കും. ഈ പ്രൊസീജിയേഴ്സ് തീർക്കാൻ എല്ലാ അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ടുവന്ന് എവിടെയെങ്കിലൊക്കെ താമസിപ്പിച്ചൊക്കെ എടുക്കാനുള്ള സമയം ചിലപ്പോൾ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? അതവിടെ അവസാനിക്കുന്നില്ല സെന്റൻസ്. Depending on the resources of the community and administrative authorities. അവിടെയുള്ള വിഭവങ്ങൾ ആവശ്യത്തിനുണ്ട്, അല്ലെങ്കിൽ അവിടെ അതിന് പറ്റിയ അധികാരികൾ വേഗം അതിനെതിരെ ആക്ഷൻ ഒക്കെ എടുത്തു പെട്ടെന്ന് അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അവരെ സേഫ് ആക്കാനുള്ള പ്രക്രിയകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വേഗം നടക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം നീണ്ടുപോകും. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒന്ന് പറയേ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ, ഉണ്ടെന്ന് പറഞ്ഞോ. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ 5 ഫേസസിനെ കുറിച്ചിട്ടാണ്. ഏത്? നമ്മളുടെ ഡിസാസ്റ്ററിന്റെ ആ പ്രധാനപ്പെട്ട തലങ്ങളാണ് 5 പറയുന്നത്. പ്രീ ഡിസാസ്റ്റർ ഉണ്ട്, അലേർട്ട് ഫേസ് ഉണ്ട്, ഇമ്പാക്ട് ഫേസ് ഉണ്ട്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ഉണ്ട്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ് ഉണ്ട്. അങ്ങനെ 5 ഫേസസ് ആണ്. So let's see first one, pre-disaster phase. അതായത് ഡിസാസ്റ്ററിന് മുമ്പുണ്ടാകാവുന്ന ഒരു ഘട്ടം, ആ ഒരു തലമാണ്. അപ്പൊ നമുക്ക് എന്താ ഒരു ഒരു കമ്മ്യൂണിറ്റിയില് ഇഫ് എനി ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോ എങ്ങനെയായിരിക്കണം? ഹൗ ഷുഡ് വി ആക്ട്? ഇറ്റ് ഷുഡ് ബി ട്രെയിൻഡ് ടു ദ പീപ്പിൾ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് ആളുകൾക്ക് കൊടുത്തിരിക്കണം. നമ്മളിപ്പോൾ കാണാറില്ലേ, ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? കുട്ടികളെ സ്കൂളുകളിലൊക്കെ എന്താ പറയാ പെട്ടെന്ന് തന്നെ ഒരു ഫയർ ബ്രേക്ക് ഔട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഹൗ ടു എസ്കേപ്പ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന്, ആ ബിൽഡിങ്ങിൽ നിന്ന്, സ്കൂൾ ബിൽഡിങ്ങിൽ നിന്ന് എങ്ങനെ അതന്നെ മക്കൾ പോലെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ പുറത്തേക്ക് ചാടാമെന്ന് കുട്ടികളെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഒരു ട്രെയിനിങ്. പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് പെട്ടെന്ന് എവിടേക്കാണ് ഓടി പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ സ്കൂളുകളിൽ ഇന്ന് എന്താ പറയാ ഒരു ദിവസമൊക്കെ അങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം പറയാൻ പറ്റില്ല, ഇത് തീപിടുത്തം ഒരു ദുരന്തം തന്നെയാണ്. കാരണം അറിയുന്നില്ല, തീ ആരും കൊണ്ടൊന്ന് കൊളുത്തിയിടുന്നതല്ല, പക്ഷെ ചിലപ്പോഴൊക്കെ വയറൊക്കെ ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിലോ എന്ത് ചെയ്യാം, ഇത്തരം തീ ഒക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കാം. അത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സാധനങ്ങള് തീക്ക് കൂടുതൽ എന്താ പറയാ ആഘാതം കൂട്ടാനുള്ള സാധനങ്ങളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കരമായ തീയായിരിക്കും അല്ലെ? അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് ചാടാം, അങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എർത്ത് അല്ലെ, ഭൂമി കുലുക്കത്തെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ വേഗം രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കും. ഇങ്ങനെയുള്ള ചില ട്രെയിനിങ്ങുകൾ ആ പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ എല്ലാ ആളുകളും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
വെള്ളപ്പൊക്കം ഇതൊക്കെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചിരുന്നില്ല നമുക്കും ഇങ്ങനെ ഒരു സ്ഥിതി വരുമെന്ന്. അന്ന് നമ്മളിത് ആസ്വദിച്ചിരുന്നു. വെള്ളമൊക്കെ വെള്ളോടത്തൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഒത്ത് രസമാണല്ലേ, ആളുകള് തലയിലൊക്കെ ചുമടൊക്കെ കയറ്റി വെച്ച് ചിലര് വലിയ എന്താ പറയാ പാത്രത്തിനകത്തൊക്കെ ഇരുന്ന് വറ്റി പോലെ ആക്കി പോകുന്നത്, അവരുടെ സാധനങ്ങൾ ഉന്തിക്കൊണ്ടുപോകുന്ന രസം കാണാനായിട്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് അത്ര വലിയ രസമില്ലാതെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഓ പിടിച്ച് വെള്ളം മുങ്ങി എന്താ പറയാ വായിക്കാത്തൊക്കെ എന്തൊക്കെ വെള്ളമായിരുന്നോ അതൊക്കെ പോയി കുടിച്ച് പോയൊക്കെയാണ് നീന്തി ആളുകൾ കരയിലൊന്ന് കയറിപ്പെട്ടത്. ഓക്കെ, അപ്പൊ അത് ആർക്കും വരാം. എന്ത് ഡിസാസ്റ്ററും whenever it can occur in any community, ഏതൊക്കെ സ്ഥലങ്ങളിലും എപ്പോ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സ് ഇതുപോലെ വരാം. സോ ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഷുഡ് ബി ട്രെയിൻഡ്. അവരെ എന്ത് ചെയ്യണം, ഇതിനുള്ള ട്രെയിനിങ് എപ്പോഴും ഷുഡ് ബി അവേർട്ട് ഓർ അലേർട്ട് ടു ദാറ്റ് ഡിസാസ്റ്റർ. ആ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനുള്ള ഒരു അലേർട്ട് ഉണ്ടാകണം എന്നുള്ള എന്ത് ചെയ്യണം, ചില ട്രെയിനിങ് പ്രോഗ്രാംസ് ഷുഡ് ബി കണ്ടക്റ്റഡ്. ഇനി മാത്രമല്ല, ഇനി നമുക്കറിയാം ഒരു ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ വി മേ ഗെറ്റ് എക്സ്റ്റേണൽ ഹെൽപ്പ്. നമുക്കറിയാം അതിന് പുറത്തുനിന്നൊക്കെ ആയിരിക്കും നമുക്ക് സഹായം കിട്ടുക. അപ്പൊ കിട്ടുന്ന പുറത്തുനിന്ന് സഹായം കിട്ടിയാലും ഇപ്പൊ വേണ്ട എന്ന് പറയണ്ട, അപ്പോൾ അതും നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന സഹായം നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. വെള്ളപ്പൊക്കമൊക്കെ വന്നു, ഒരുപാട് പേർക്ക് എന്താ പറയാ നമുക്ക് പല രീതിയിലും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എന്താ പറയാ ഹെൽപ്പിന് വേണ്ടി വന്നു. നമ്മളെ രക്ഷിച്ച് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരുന്ന ഉടുപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വണ്ടി പുഴ നീന്തിയോ അല്ലെങ്കിൽ പുഴയല്ല വെള്ളപ്പൊക്കം നീന്തി ഒരു കരയില് പെട്ടത്. സോ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 3-2 ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള് അത് ഇട്ടിട്ട് 2-3 ദിവസമൊക്കെ നമുക്ക് കഴിയേണ്ടി വന്നു അല്ലെ. അപ്പൊ അത് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് കുറെ ആളുകളൊക്കെ നമ്മളെ സമീപിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയിരുന്നത്. എല്ലാവർക്കും അത് ആർക്കും വരാവുന്ന സിറ്റുവേഷൻ തന്നെയാണ്. സോ എന്ത് ചെയ്യണം, അപ്പൊ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ഹെൽപ്പ് ഹൈലി നമ്മൾ ഡിസയർ ചെയ്യുന്നു, ആഗ്രഹിക്കണം. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുക. ആൾക്ക് ഇത്തരം അലേർട്ട് ഫേസ്, അതാണ് അലേർട്ട് ഫേസ് എന്ന് പറയുന്നത്, സോറി പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഡിസാസ്റ്ററിന് മുമ്പേ ഒരുങ്ങുക. ഏത് ഡിസാസ്റ്ററും നമ്മൾക്ക് ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പീപ്പിളുടെ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുക, ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് അതൊക്കെ പ്ലാൻ ചെയ്ത് സംഘടിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസ്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇനി എന്താണ് റിസ്ക് അസസ്മെന്റ് ആണ്. ഈ അലേർട്ടിനകത്ത് എന്താ പറയാ അവർക്ക് മനസ്സിലാക്കണം, ഈ എന്താ പറയാ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ അവർക്ക് ഇത്തരം ട്രെയിനിങ്ങും മറ്റൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇസ് ടു മേക്ക് ദ പീപ്പിൾ അവയർ. എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് നേച്ചർ മേ ഹാവ് സം പർട്ടിക്കുലർ ലോക്കൽ റിസ്ക്, അതായത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ചില റിസ്കുകൾ. അതുപോലെ തന്നെ ഹൗ ടു പ്രോംപ്റ്റ് അക്കോർഡിംഗ് ടു ദാറ്റ്, അതിന് പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുക. അതായത് ഒരു ലോക്കൽ റിസ്കുകൾ ഇതുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത്തരം ലോക്കൽ റിസ്കുകൾ ഉണ്ടാകുമ്പോൾ ഹൗ ക്യാൻ ബി റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി, എത്ര പെട്ടെന്ന് നമുക്ക് അതിന് എതിരെ പ്രതികരിക്കാൻ പറ്റും എന്നുള്ളതും, മാത്രമല്ല ആ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ വേഗം മാറണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റിസ്കുകൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാനൊക്കെ പറ്റും. അതായത് ടു മിറ്റിഗേറ്റ് ദാറ്റ് റിസ്ക്, ആ ഒരു ഇതിന്റെ പിന്നിലുണ്ടാകുന്ന ഒരു ലോസ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ നമുക്ക് ഒരുപാട് ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയാ റിസ്ക് ഫാക്ടേഴ്സ് അധികമുള്ള കാര്യമാണ് നമ്മളുടെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ റിസ്ക് അസസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ടു മച്ച്, വളരെയധികം റിസ്കി ഫാക്ടേഴ്സ് ഉള്ള ഒരു കാര്യമാണ് ഡിസാസ്റ്റർ. ഇറ്റ് മേ ഇൻക്രീസ് ദ ഡെത്ത്. നമുക്കറിയാം കൂടുതൽ സമയം കഴിയുന്നതോറും നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് മരണസംഖ്യ കൂട്ടാൻ സാധിക്കും അല്ലെ, മരണസംഖ്യ കൂടുതലാകും. അതുപോലെ തന്നെ ഓൾസോ അവർ റിസോഴ്സസ്, നമ്മളുടെ വിഭവങ്ങൾ, നമ്മളിപ്പോ എർത്ത് പോലെയുള്ള ദുരന്തങ്ങളൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഇക്കോണമിക്കും വലിയ നഷ്ടം വരുത്തുന്നുണ്ട്. ബിൽഡിംഗ് ഒക്കെ തകർന്ന് മറിഞ്ഞു വീഴുക, അതിനകത്തുള്ള ഒരുപാട് എക്യുപ്മെന്റ്സും മെഷീനറീസും ഒക്കെ അത് നശിച്ചു പോകുക, അതൊക്കെ ഇക്കണോമിക്കലായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനൊക്കെ ഒരു റിലീഫിന് വേണ്ടി, അതിനൊക്കെ ഒരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അങ്ങനെ നമ്മുടെ ലോസ് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുക പീപ്പിളിന്. അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ബോധവൽക്കരണത്തിന് വേണ്ടി പ്രോഗ്രാമുകൾ ആ നാടിന്റെ ആരെങ്കിലും ഒക്കെ, ഇപ്പൊ എന്താ പറയാ മഴക്കാലമാണ് അല്ലെ, മഴക്കാലത്ത് പറയാറില്ലേ നമ്മളോട്
എന്താ പറയാ, ഇപ്പൊ കുപ്പിയുടെ അടപ്പ്, ചിരട്ട, അതുപോലെ തന്നെ എന്തെങ്കിലും പാത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു പാത്രമൊക്കെ പുറത്തൊക്കെ കിടക്കണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് തട്ടിക്കമഴ്ത്തിടണം എന്ന് പറയും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? അതും വലിയ ദുരന്തങ്ങൾക്ക് കാരണം. എന്തിനാ? അതുമൊക്കെ തട്ടി വീഴുന്ന വെച്ചിട്ട് അതാണ് ദുരന്തമല്ല. ഇതിലൊക്കെ ഇങ്ങനെ മോസ്കിറ്റോസ് വന്ന് അതിന്റെ ഓട്ടകൾ ഇട്ട് അത് പെരുകി മൾട്ടിപ്പിൾ ചെയ്ത് ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾ, ഇന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ, പല പേരിൽ അറിയപ്പെടുന്ന അസുഖങ്ങളൊക്കെ പടർന്ന് പന്തലിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതൊരു പർട്ടിക്കുലർ വീട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അത് പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് ചിലപ്പോൾ ഒരു സൊസൈറ്റിയെ മുഴുവൻ ബാധിക്കാം അല്ലെ. അതുപോലെയുള്ള ഫീവേഴ്സ് ഒക്കെ, ഡെങ്കി ഫീവർ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അതുപോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ പടർന്ന് പന്തലിച്ചാലും ഇറ്റ്സ് ഓൾസോ എ ഡിസാസ്റ്റർ, അതും ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഇതിനൊക്കെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബോധവൽക്കരണം ഈ എന്താ പറയാ ഹെൽത്തിൽ നിന്ന്, അതുപോലെ തന്നെ എവിടത്തൊക്കെ വന്ന ആളുകൾ പഞ്ചായത്തിൽ നിന്ന് ഒക്കെ വന്നിട്ട് പറയും അല്ലെ. അവിടുന്ന് ചില എന്താ പറയാ എംപ്ലോയീസ് വന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ നടന്നിട്ട് അതൊക്കെ അങ്ങനെ ഇടാൻ പാടില്ല, അതൊക്കെ പിന്നെ കിണറൊക്കെ നമ്മള് നെറ്റൊക്കെ ഇട്ട് മൂടി സൂക്ഷിക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരാം. അല്ലെങ്കിൽ ബ്ലീച്ചിങ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുക വെള്ളം. അതുപോലെ തന്നെ എപ്പോഴും നമ്മള് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മള് ക്ലോറിനേറ്റ് ചെയ്യുക വാട്ടറൊക്കെ. അതുപോലെ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമ്മൾ ചെരുപ്പിട്ടൊക്കെ നടക്കുക. അതുപോലെ വൃത്തിയായിട്ട് എപ്പോഴും കയ്യും കാലും വൃത്തിയായിട്ട് മാത്രം സൂക്ഷിക്കുക അല്ലെ. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ അതും ഒരു ദുരന്തമാണ്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത്തരം പ്രീ ഡിസാസ്റ്റർ ഫേസിൽ അത്തരം ഒരു അലേർട്ട് ആകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി അറ്റ് ദിസ് ടൈം ഈ ഒരു എന്താ പറയാ ഈ ഒരു സമയത്ത്, അതായത് ഡിസാസ്റ്റർ സമയത്ത് ഇറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാവ് ടു ആക്റ്റീവ് പ്ലേ എ റോൾ. ഇത് വളരെ ആക്റ്റീവായിട്ട് പങ്കുവഹിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. അതാരെന്ന് അറിയാമോ? ലോക്കൽ ഹോസ്പിറ്റൽസ് ആണ്. ലോക്കൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ. ഞാൻ ഏത് എവിടെ വസിക്കുന്നോ ആ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണോ വസിക്കുന്നത് അവിടെയുള്ള ലോക്കൽ ഹോസ്പിറ്റൽസ്, അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റോള് അവർക്ക് വഹിക്കാനുണ്ട്. എപ്പോ? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന് മുൻപും പിൻപും ഒക്കെ അവരാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർഡ് ആകേണ്ടത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽസ് ഹാവ് ടു ബി പ്രിപ്പയർഡ്. അവർക്കൊരു പ്രിപ്പയർഡ്നെസ്, ലെവൽ ഓഫ് പ്രിപ്പയർഡ്നെസ്, അവർ എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ കൂട്ടത്തോടെ എന്താ പറയാ ഈ പറയുന്ന ആളുകളെയൊക്കെ, ഈ വിക്ടിംസിനെയൊക്കെ നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ അവർ ഒരുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരെയൊക്കെ എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാൻ പറ്റും, എത്ര ആളുകളെ കൊണ്ടുവന്നാലും. പക്ഷെ അവർ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാനേജ്മെന്റ് അതോടെ നടക്കില്ല. അവരെ നോക്കാൻ പറ്റില്ല, അവർക്ക് വേണ്ട മരുന്നോ മറ്റു കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഒരുങ്ങിയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽസ് ഹാവ് ആൻ ആക്റ്റീവ് റോൾ ടു പ്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന് തൊട്ട് മുൻപും പിൻപും ലോക്കൽ ഹോസ്പിറ്റൽസിന് വളരെ നല്ലൊരു പങ്ക് വഹിക്കാറുണ്ട്. ബിക്കോസ് എന്താ കാരണം? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദെയർ പ്രിപ്പയർഡ്നെസ്. അവർ എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ. അവർ ഒരുങ്ങിയിരിക്കുന്നതാണ് എന്തിന് കാരണമാകുന്നത്? ആ ഡിസാസ്റ്ററിന്റെ ആ ഒരു ഇഫക്റ്റിനെ കുറയ്ക്കാൻ, അതിന്റെ ആ ഒരു ഭീകരതയെ കുറയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. പിന്നെ മാത്രമല്ല, ഗ്രേറ്റർ നമ്പർ ഓഫ് ലൈഫ്സ് ക്യാൻ ബി സേവ്ഡ്. ഒത്തിരി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില ആളുകളെ സർവൈവൽ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ഹെൽത്തിനെ കുറച്ചുകൂടി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, മരണത്തിൽ പോകുന്ന ചില ആളുകൾക്ക് ചില ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിന് ഹോസ്പിറ്റൽ ഷുഡ് ബി ആക്റ്റീവ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. അതിന് അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നിന്നോളണം. ആര്? ലോക്കൽ ഹോസ്പിറ്റൽസ്. അവരെത്രത്തോളം പ്രിപ്പയർഡ് ആണോ അത്രയും എന്ത് കുറയ്ക്കും? ആ ഒരു ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് അവിടെ കുറയും. ആര്? ലോക്കൽ ഹോസ്പിറ്റൽസ്. ഓക്കെ. അപ്പൊ ഒരു സെന്റൻസുകൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ മതി. ഒന്നാമത്തേത്, എ കമ്മ്യൂണിറ്റി മസ്റ്റ് അസസ് ബിഫോർ എ ഡിസാസ്റ്റർ സ്ട്രൈക്ക്, train the people to be prepared and plan programs to avert a disaster എന്നുള്ള ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഇഫ് പോസിബിൾ വേണ്ട കേട്ടോ. എത്രത്തോളം റിസ്ക് ഉള്ള ഡിസാസ്റ്റർ ആണെന്ന് ഒക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുമ്പോ, അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന എങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആളുകൾക്ക് കൊടുക്കുക. അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. ഓക്കെ. അടുത്തത് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനകത്താണ്. എയിം ഈസ് ടു, എന്താണ് ഇതുപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം? This is to make people both aware of the nature of particular local risk, അത് ലോക്കൽ LOC, and ready to respond promptly in their area. ആ ഏരിയയിൽ
എത്രത്തോളം എങ്ങനെയുള്ള എന്താ പറയാ റിസ്ക് ആണ് ആ ഒരു ഡിസാസ്റ്ററിനുള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ എങ്ങനെയാണ് അതിന് പെട്ടെന്ന് നമുക്കതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ബോധ്യപ്പെടുത്താൻ ബോധ്യവാന്മാരാക്കാൻ വേണ്ടിയാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാത്ത എയിം എന്നുള്ളത് കേട്ടോ. അടുത്ത സെന്റൻസ്, the local hospital will have to play an active role. അത് കേട്ടോ ആ സെന്റൻസ്. ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫുൾ സെന്റൻസ് ആണ്, ഒരു പാരഗ്രാഫ് തന്നെ ഫുൾ സെന്റൻസ് തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തോ? ചെയ്തെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയ വേഗം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. ഇവിടെ തുടങ്ങി പ്രീ ഡിസാസ്റ്റർ ഫേസിന്റെ ആ ഒരു പാരഗ്രാഫ് തുടങ്ങി. പറഞ്ഞോട്ടെ അടുത്തത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിനിങ് ആണെന്ന്. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ്. എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടോ ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ടു ഡീൽ വിത്ത് ഡിസാസ്റ്റേഴ്സ്. അത്രത്തോളം സക്സസീവ് ആയിരിക്കും എന്ന് നമ്മളുടെ ഡിസാസ്റ്ററെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കാര്യം. അതായത് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ട്, അതായത് ഒരുങ്ങിയിരിക്കുന്നുണ്ടോ, ഇന്ന് ഡിസാസ്റ്റർ വന്നാലും നമ്മൾ സേഫ് ആകും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനെയെങ്കിലും രക്ഷിക്കാൻ പറ്റും എന്ന് എത്രത്തോളം നമ്മൾ അതിനെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ടോ അത്രയും എന്താണ് നമുക്ക് ആ ഡിസാസ്റ്റർ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതാണ് സെന്റൻസ് പറയുന്നത്. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഈസ് ദ കീ ടു സക്സസ്ഫുള്ളി ഡീൽ വിത്ത് ഡിസാസ്റ്റർ. ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കുകയാണ്, പ്രിപ്പയർഡ് ആകാനുള്ള ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ. കീ മീൻസ് എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ട്? ഡിസാസ്റ്റർ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയാ ഡിസാസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഈ ട്രെയിനിങ്, ദ എയിം ഓഫ് ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പേ കൊടുത്തിരിക്കണം ട്രെയിനിങ്, അല്ലാണ്ട് ഡിസാസ്റ്റർ ഒക്കർ ചെയ്തതിന് ശേഷമുള്ള ട്രെയിനിങ് കൊടുക്കുക. ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്ററിനെ കുറിച്ച് സൂചനകൾ ഉണ്ട് എങ്കിൽ അതിന് നേരത്തെ കൂട്ടി ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് അങ്ങനെ സൂചന ഒന്നും കൊടുക്കാതെയും ചില ആളുകൾ പല കാര്യങ്ങൾക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞില്ല മോക്ക് ഡ്രിൽ പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ പറയാ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പൊ എർത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഭൂമികുലുക്കം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ആ പ്രദേശത്ത് നിന്ന് എവിടേക്കാണ് മാറേണ്ടത് അതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഡെമോ പോലെയൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ വിളിച്ചു നിർത്തിയിട്ട് ഒത്തിരി സംഘടനകൾ മറ്റ് എന്താ പറയാ ഈ ഇത് പോലെയുള്ള പിയർ ഗ്രൂപ്പ് പോലെയുള്ള ഒത്തിരി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ പല പല കാര്യങ്ങൾക്ക്. ഇപ്പൊ കുടുംബശ്രീ കേട്ടിട്ടുണ്ടല്ലോ, കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റുകളുണ്ട്. പിയർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ 10-20 പേരൊക്കെ അടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള പല സംഘടനകളും ഉണ്ട്. ആ ഒരു ചെറിയ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചില ആളുകളെയോ അറിയിച്ചിട്ട് അവർക്ക് ഒരു ക്ലാസ് അതിനു വേണ്ടിയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കണ്ടക്ട് ചെയ്യാം. അതിൽ നിന്നൊക്കെ അപ്പൊ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് വരുമ്പോ അതിന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, ഫേസ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കണ്ടേ. അത് എപ്പോ കൊടുക്കണം? പ്രീ ഡിസാസ്റ്റർ ഫേസിലുണ്ട് എന്ന് വെച്ചാൽ ഡിസാസ്റ്ററിന് മുമ്പേ നമ്മൾ നേരത്തെ കൂട്ടി അങ്ങനെ ഒരുക്കി വെക്കണം എന്ന് മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ള ചില സ്കില്ലുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. താഴെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എന്തൊക്കെ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപടികൾ ആ സമയത്ത് സ്വീകരിക്കണം എന്നുള്ളതിനാണ് അവിടെ പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ട്രെയിനിങ്ങിന്റെ ഒന്നാമത്തേത് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡെബ്രീസ്. ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പേഴ്സണൽ ആയിട്ട് വ്യക്തികളായിട്ടുള്ള ആളുകള് ഇപ്പൊ ഇടത്തേക്ക് പോലെയുള്ള ദുരന്തമൊക്കെ ആണെങ്കിൽ ബിൽഡിംഗ് ഒക്കെ തകർന്ന് വീഴും. അപ്പൊ മുകളിൽ നിന്നൊക്കെ പല ഇടിഞ്ഞു വീഴാൻ സാധ്യതയില്ല. അതാണ് ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ നിന്ന് വീഴുന്ന അവശിഷ്ടങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ മുകളിലേക്ക് ആളുകളുടെ മേത്തേക്ക് വന്ന് വീണിട്ട് അങ്ങനെ പലതരത്തിലുള്ള ഇഞ്ചുറീസും ഉണ്ട്. ഇപ്പൊ തലയിലൊക്കെ വന്ന് വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിന്റെ വലിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാം, അല്ലെങ്കിൽ വലിയ
എന്താ പറയാ മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, വലിയ ഒരു എന്താ പറയാ സ്റ്റേജസിലേക്ക്, കോമ സ്റ്റേജ് പോലെയുള്ള രീതിയിലേക്ക് അങ്ങ് പോകാം. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രീസ്, ഇതുപോലുള്ള അവശിഷ്ടങ്ങൾ വീഴുന്നതിൽ നിന്നും ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. മനസ്സിലായോ? പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രീസ്. ക്ലിയർ ആയോ? പോയിന്റ് എന്താണ് ഒന്നാമത്തെ മനസ്സിലായോ? അതായത് തകർച്ച അല്ലെങ്കിൽ തകർന്നു വീഴുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടീസിന്റെ ഒക്കെ അടിയിൽ പെടാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നൊക്കെ വേഗം മാറ്റി നിർത്താനുള്ള, പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം. പിന്നെ എന്താണ്? പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്. ഈ എന്തെങ്കിലുമൊക്കെ തരത്തിൽ മുറിവുകളൊക്കെ പറ്റിയിരിക്കുന്ന, മുറിവ് എന്ന് പറയുമ്പോ കുഞ്ഞു മുറിവല്ല, നമ്മളിപ്പോ എന്തെങ്കിലും കത്തി മുറിവൊന്നും അല്ലല്ലോ, അല്ലാതെ നമുക്കറിയാം ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ട മുറിവുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തലയ്ക്കകത്തായിരിക്കും വലിയ മുറിവ് വന്നേക്കണേ, ചിലപ്പോ ഇവിടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്പൈൻ മെയിൻ ആയിട്ടുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ ഇപ്പൊ രാത്രിയിലൊക്കെ നടക്കുന്ന ദുരന്തമൊക്കെ ആണെങ്കിൽ എന്ത് പറ്റും, മനുഷ്യന്മാരെ എവിടേക്കൊക്കെ വീഴാന്ന് പറയാൻ പറ്റില്ല അല്ലെ, ചെറിയ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഏത് വൂണ്ടഡ് ആയിട്ടുള്ള ആളുകളെയും പെട്ടെന്ന് പ്രോംപ്റ്റ് ആയിട്ട് റെസ്ക്യൂ ചെയ്യാൻ, ഇതിനൊക്കെ ഇപ്പൊ ഇനികൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം? എല്ലാവരും ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ അത് ഭാഗ്യവശാൽ, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അറിയില്ലേ, അപ്പൊ ചിലപ്പോ ആ ആള് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പെട്ടിട്ടുണ്ടായില്ലായിരിക്കാം. അപ്പൊ അകത്തുപെട്ടവരെയൊക്കെ, ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ആളുകളെയൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നവരെയൊക്കെ പെട്ടെന്ന് രക്ഷിക്കുക. പിന്നെ ട്രയേജ് ഓഫ് ദ വൂണ്ടഡ്, ഈ പറയുന്ന മുറിവ് ഏറ്റവരെ എന്ത് ചെയ്യണം? ട്രയേജ് ചെയ്യുക. എന്താ ട്രയേജ് എന്ന് പറഞ്ഞാൽ? സോർട്ട് ഔട്ട്. എന്ത് ചെയ്യണം? തരംതിരിക്കുക എന്ന് വെച്ചാൽ അവിടെ തരംതിരിച്ചിരിക്കാനല്ലോ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഗൗരവമേറിയ പരിക്കുകളുള്ളവരെ പെട്ടെന്ന് കൊണ്ടുപോകണം അല്ലെ, അതാണ് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇവിടെ സോർട്ടിങ് അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഗൗരവമേറിയ പരിക്ക്, എന്നാൽ നമുക്ക് അവരെ ജീവനിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറ്റുന്ന ട്രയേജിനെ കുറിച്ച് വിശദമായ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പുകയുണ്ട്, അതുകൊണ്ട് അന്നേരം പഠിക്കാം. അതാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? പെട്ടെന്ന് അങ്ങനെ തരംതിരിക്കുക ആൾക്കാരെ. അധികം വലിയ കുഴപ്പമൊന്നുമില്ല, വല്ല കാലുമൊക്കെ ഒന്ന് ചെറിയ പൊട്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി നിർത്താം. കാരണം എന്താ വെച്ചാൽ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്. ക്ലിയർ ആയോ? അതാണ് ട്രയേജ് ഓഫ് ദ വൂണ്ടഡ്. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്. യെസ്, ഓക്കെ. അടുത്തത് എന്താ? റെസിസിറ്റേഷൻ ഓഫ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ വിക്ടിംസ്. അതായത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളുടെ റെസിസിറ്റേഷൻ, എന്താ? പുനർജീവനം അല്ലെ, അവരെ എത്രയും പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ. ചില ആളുകൾക്ക് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പേടിച്ചിട്ടൊക്കെ ചിലപ്പോൾ നെഞ്ചുവേദനയൊക്കെ വന്ന് ചിലപ്പോൾ അങ്ങനത്തേതായ ചില കാര്യങ്ങൾ കാണിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒത്തിരി ബ്ലീഡിങ് ആയിട്ടുള്ള ആളുകളുടെ ബ്ലഡിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലെ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ്ങിലും ആയിട്ട് കിട്ടുന്നുണ്ട്. ചിലപ്പോ ചില വീഡിയോസ് ഒക്കെ ആയിരിക്കും, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഈ പാമ്പ് കടിയൊക്കെ, ഡെബ്രിസ് മീൻസ് ഫാളിംഗ് പ്രോപ്പർട്ടീസ് ആണ്, ഫോളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്ന സാധനങ്ങൾ, പൊക്കത്തിൽ നിന്നൊക്കെ. എന്താ പറയാ, അതിനാണ് ഞാൻ ഉദാഹരണം പറയാം. ഈ എർത്തുകേക്ക് ഒക്കെ വരുമ്പോ ബിൽഡിംഗ് ഒക്കെ തകർന്നു വീഴും. ആ തകർച്ചയില് അവശിഷ്ടങ്ങളൊക്കെ മനസ്സിലായില്ല ചോദിച്ചത്? എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വീഴുന്ന അത്തരം സാധനങ്ങളിൽ നിന്ന് പാറയോ അവശിഷ്ടങ്ങൾ എന്തും ആകാം. അത് തന്നെ. മറ്റേ ലാൻഡ് സ്ലൈഡ് വന്നപ്പോ മുകളിൽ നിന്നൊക്കെ വലിയ കല്ലുകളൊക്കെ, റോക്സ് ഒക്കെ ഇങ്ങനെ ഉരുണ്ട് വന്നല്ല, അതുമാകാം. അല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിനകത്തൊക്കെ ഇപ്പൊ എർത്തിലേക്കൊക്കെ വരുമ്പോ ബിൽഡിങ്ങിനകത്താണെങ്കിൽ അത് മുകളിൽ നിന്നൊക്കെ റൂഫൊക്കെ ഇടിഞ്ഞു വീഴുമല്ലോ, അതൊക്കെ എല്ലാം കൂടിയാണ് ഇടിഞ്ഞു വീഴുന്ന സാധനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ പറയാ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അവരെ എവിടെയെങ്കിലും അധിവസിപ്പിക്കുക, മാറ്റി നിർത്തുക. അതായത് വലിയ എന്താ പറയാ തിരക്ക് പിടിച്ച അവരെ ശുശ്രൂഷിക്കാൻ കൊണ്ടുപോകുന്നില്ല, അതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ട ആൾക്കാർ, പ്രിഫറൻസ് ഉള്ളവര് വേറെ ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ മാറ്റി എവിടെയെങ്കിലും സേഫ് ആയ സ്ഥലത്തേക്ക് മാറ്റി എവിടെയെങ്കിലും ഇരുത്തുകയോ കിടത്തുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുക. ഓക്കെ. അടുത്തത് പ്രീ പൊസിഷനിങ് ഓഫ് റിലീഫ് സപ്ലൈസ് നീഡഡ്. അതായത് വേണ്ട ചില എന്താ പറയാ അവർക്ക് അവരെ ശുശ്രൂഷിക്കാനൊക്കെ വേണ്ട ചില ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ അവർക്ക് കൊടുക്കുക. ലൈക്ക് സർജിക്കൽ എക്യുപ്മെന്റുകള്, എസെൻഷ്യൽ മെഡിസിൻസ്, ബ്ലാങ്കറ്റ്, ടെന്റുകളൊക്കെ അതൊക്കെ പെട്ടെന്ന് ഒരുക്കുക. സർജിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് പെട്ടെന്നൊക്കെ സർജറി ആവശ്യമുള്ള വിക്ടിംസ് ഉണ്ടാവും ഇതിനകത്ത്. അപ്പൊ അതിന് എക്യുപ്മെന്റ് വേണം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് പരമാവധി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതുപോലെയുള്ള ഡിസാസ്റ്റർ ഒക്കെ അറിയുമ്പോ അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ എക്യുപ്മെന്റും എടുത്താലും ചിലപ്പോൾ എത്തിയില്ല, തികയില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതൊക്കെ വേഗം എത്തിക്കണം. അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോയിട്ട് പെട്ടെന്ന് അതൊക്കെ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വേണം.
ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ വേണം. പക്ഷെ എങ്കിലും നമുക്കറിയില്ല നമ്പർ ഓഫ് വിക്ടിംസ് ടു ബി ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ, എത്ര ആളുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് നേരത്തെ കൂട്ടി പറയാൻ പറ്റില്ലല്ലോ. റെഡിയാണ്, പക്ഷെ എങ്കിലും നമുക്ക് എന്താണ് ചിലപ്പോൾ അത്യാവശ്യം വന്നേക്കാം. അതിനോട് കാര്യങ്ങൾ സപ്ലൈ ചെയ്യുക. എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് അത്യാവശ്യം ഏറ്റവും അത്യാവശ്യമായിട്ട് മെഡിസിൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ചിലപ്പോൾ വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരെ നമ്മൾ മാറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിടത്തിയിട്ട് എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്കറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതിലൊന്നും സൗകര്യമില്ലെങ്കിൽ ഒരു ചെറിയ ടെന്റെങ്കിലും കെട്ടി അവരെ അധിവസിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള റിലീഫ് സപ്ലൈസ് ഇതുപോലെയുള്ള വിക്ടിംസിന് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇതിനകത്ത് വരുന്ന ഒരു എന്താ പറയാ ഡിസാസ്റ്ററിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതിനും ഇതിനൊക്കെ ട്രെയിനിങ് ആളുകൾക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്. താൽക്കാലികമായിട്ട് ഇവർക്ക് വെള്ളം, കുടിവെള്ളം ആയിക്കോട്ടെ മറ്റേതെങ്കിലും പർപ്പസിലുള്ള വാട്ടർ ആയിക്കോട്ടെ അതിന് സപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുക്കുക. താൽക്കാലികമാണ്, കാരണം പൈപ്പ് കണക്ഷൻ ഒന്നും എടുത്ത് എന്താ പറയാ വെള്ളമൊക്കെ കൊണ്ടുവരാനുള്ള ഈ സമയമൊന്നുമില്ല. പൈപ്പ് കണക്ഷൻ കൊടുത്ത് അവിടേക്ക് വെള്ളം സപ്ലൈ പറ്റുള്ളൂ, അതൊക്കെ ഒത്തിരി സമയം അല്ലാതെയും ഇവർക്ക് എത്രയും പെട്ടെന്ന് വലിയ വാഹനങ്ങളിലും ഒക്കെ വലിയ ടാങ്കിലൊക്കെ കൊണ്ടുവന്ന് വെള്ളം ഇവർക്ക് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യണം. And the last one, allocation of responsibilities for different relief activities. ചാവോസ്, അതായത് ഈ എന്താ പറയാ നമ്മൾ ഇതുപോലെയുള്ള ദുരിതങ്ങൾ നടക്കുമ്പോഴേ, അതായത് ഇതിനകത്ത് ഈ സഹായിക്കാനായിട്ട് വരുന്ന ആളുകള് പരസ്പരം ചെറിയ 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 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞേ എന്ത് ചെയ്യുക, അത് ഇങ്ങനെ ഓരോ എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏറ്റെടുക്കുക. വാട്ടർ ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കുറച്ച് കൂട്ടര്, 1, 2, 3 കൂട്ടര് അവർക്ക് വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. ചില ആൾക്കാർ മരുന്നിന് വേണ്ടി, ചില ആൾക്കാർ വണ്ടി വാഹനം ഈ വിക്ടിംസിനൊക്കെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാൻ, അങ്ങനെ ഓരോ ഗ്രൂപ്പിനായിട്ട് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു സം ടൈപ്പ് ഓഫ് ചാവോസ്. അല്ലെങ്കിൽ എന്ത് പറ്റും, പരസ്പരം ഭയങ്കര വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര കലപ്പവും അവിടെയും ഒന്നും തള്ളാവും ആളുകളൊക്കെ തമ്മിൽ. കാരണം വെച്ചാൽ അവരെന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് ചെയ്യണം, അത് ചിലപ്പോൾ ഗുണത്തേക്കാളും അറിയാൻ ദോഷമായിരിക്കും ചിലപ്പോൾ ചെയ്യാം. പല കുഴപ്പങ്ങൾക്കും കാരണമാകും. ചാവോസ് മീൻസ് കുഴപ്പം എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ആ ഒരു ആളുകള് റിലീഫിന് വേണ്ടി വന്നിരിക്കുന്ന, ദുരന്ത നിവാരണത്തിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകള് എന്ത് ചെയ്യാം, അവര് അവരുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പിലായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കാം. അലോട്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇന്ന കാര്യം ഏറ്റെടുത്തല്ല, ഞാൻ അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവർക്ക് ഈ വിക്ടിംസിന് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോയവരല്ലാത്തവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ വേണമെങ്കിൽ സപ്ലൈ ചെയ്യുന്ന വാട്ടർ ഒക്കെ ചെറുതായിട്ട് സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ആ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാൻ വാഹനം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിലുള്ള ആളുകളാകാം, അങ്ങനെ കേട്ടോ. അപ്പൊ അത് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയാ ഫ്രീ ആയിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കാൻ പറ്റും. അതല്ലെങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് പോകും. അപ്പൊ ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം. ഇതും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാല് ഇതൊക്കെ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഡിസാസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഭാഗം തന്നെയാണ്. ക്ലിയർ ആയോ ആ പോയിന്റുകള്? മനസ്സിലായോ? അപ്പൊ എന്താ ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഫോളിംഗ് ഫ്രം ഡെബ്രീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്നൊക്കെ പല സാധനവും ഉരുണ്ടൊക്കെ വീണ് ഉണ്ടാകുന്ന നമ്മുടെ വ്യക്തിയുടെ ഹെൽത്തിന് ഉണ്ടാകുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോംപ്റ്റ് ആയിട്ട് റെസ്ക്യൂ ഫോർ ദ വൂണ്ടഡ് ആയിട്ടുള്ള ആളുകളെ, മുറിവേറ്റവരെ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അവരെ വൂണ്ടഡിനെ ട്രൈ ചെയ്യുക, സോർട്ട് ചെയ്യുക. ഏറ്റവും ഭയങ്കരമായ മാരകമായ വൂണ്ട് ഉള്ളവര് അതിനേക്കാൾ കുറവ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള അങ്ങനെയൊക്കെ തരംതിരിക്കാം. പിന്നെ റെസിസിറ്റേഷനും ഫസ്റ്റ് എയ്ഡും ഇതുപോലുള്ള ഇൻജുർഡ് വ്യക്തിംസിന് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രീപൊസിഷനിങ് ഓഫ് സപ്ലൈസ് ആണ്, നീഡ്സ്, അതായത് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ സപ്ലൈ ചെയ്യുക. ലൈക്ക് സർജിക്കൽ എക്യുപ്മെന്റുകൾ, മെഡിസിൻസ്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ്, ടെൻസ്, അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്, താൽക്കാലികമായ വെള്ളം എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പിന്നെ അലൊക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അത് എന്ത് ചെയ്യും, അത് ചാവോസ് കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ പോയിന്റുകൾ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഈസ് ദ കീ ടു സക്സസ്ഫുള്ളി ഡീൽ വിത്ത് ഡിസാസ്റ്റേഴ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസും പിന്നെ ട്രെയിനിങ്ങിന്റെ എയിംസ് ആ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കണം കേട്ടോ. അത് കിട്ടേക്ക് കേട്ടോ, 7 പോയിന്റ്.
ഒക്കെ നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് അറിയാം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒരു ഡിസാസ്റ്റർ ഒക്കെ അറിയുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. സോ അത് സെക്കൻഡ് ഫേസ്. അപ്പൊ ഒന്നാമത്തെ ഫേസ് ആണ് നമ്മുടെ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടതലം എന്ന് പറയുന്നത് അലർട്ട് ഫേസ് ആണ്. അലർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ഒരു ഡിസാസ്റ്റർ ഇങ്ങനെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു എന്തെങ്കിലും ദുരന്തം ഉണ്ടായി, ആ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് എന്ന് വെച്ചാൽ ആ ദുരന്തം ഇപ്പൊ ഒരു എർത്തക്വേക്കാണെന്ന് വിചാരിക്കാം. ഭൂകമ്പം ഉണ്ടായി, പക്ഷെ ഭൂകമ്പം എന്ന് പറയുമ്പോൾ ഭൂമികൾക്ക് ഒരു തിരിക്കോളം നേരത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ, ഇത്ര സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഭൂമികൾക്ക് 1 മണിക്കൂറൊന്നും നീണ്ടുന്നില്ല. വളരെ വിതിൻ സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ ആണ് അല്ലെ. ചെറുതാണെങ്കിലും പക്ഷെ വിതയ്ക്കുന്ന നാശനഷ്ടം വലുതായിരിക്കാം അല്ലെ. ഗുജറാത്തിലേക്ക് ഭൂകമ്പം ഒക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അതിനെ കുറിച്ച് ഇപ്പോൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതൊക്കെ എവിടെയെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആളുകൾ മരിച്ചു എന്നും എത്ര ആളുകൾക്ക് അവരുടെ ബിൽഡിംഗ് ഒക്കെ തകർന്നു വീണുന്നും അല്ലെ. അപ്പൊ അത് നോക്കിയ നിങ്ങള്. അപ്പൊ ഈ പറയുന്ന ആളുകൾ ഈ ഒരു കുഞ്ഞു സമയത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടായ ഡിസാസ്റ്റർ ആണെങ്കിലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അതിങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നു. കാരണം ഓരോ സമയം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ അടിയിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുത്തത്. ഗുജറാത്തിൽ ഉണ്ടായ ഭൂകമ്പത്തിന് അതിന്റെ അടിയിലൊക്കെ ആരൊക്കെ പെട്ടു, വീടിനകത്തുണ്ടായിരുന്നവരൊക്കെ അതിനകത്ത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് നിന്ന് പുറത്തേക്ക് നമ്മൾ എത്രയും ആളുകളെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഇത്രയും ആളുകൾ മരിച്ചു മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അലർട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ഘട്ടമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ടൈം പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ഒരു ഡിസാസ്റ്റർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ്, ആ പീരീഡിനെ പറയുന്ന പേരാണ് കേട്ടോ അലർട്ട് ഫേസ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തേക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. The alert phase refers to the period when a disaster is developing. Underline here. And this period of this type of disaster, അതായത് ഈ ഡിസാസ്റ്ററിന്റെ ഈ പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഈ അലർട്ട് ഫേസ് എന്ന് പറയുന്ന പീരീഡ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. അത് ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ് എന്നതിനെ ബന്ധപ്പെടുത്തിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എർത്ത്ക്വേക്ക്, അത് വളരെ ഷോർട്ടാണ് പക്ഷെ ക്രൂഷ്യലാണ്, ഭയങ്കര ക്രൂഷ്യലാണ്. എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര മാരകമാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്. എർത്ത്ക്വേക്ക് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുരുങ്ങിയത് ഒത്തിരി സെക്കൻഡ്സ് മാത്രമൊക്കെ ഭൂമി അങ്ങനെ കുലുങ്ങുള്ളൂ, മനസ്സിലായോ? പക്ഷെ അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. അതേസമയം ഹരിക്കെയിൻസ് എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അതുപോലെ തന്നെ ഡ്രോട്ട്, ഫാമിൻ എന്ന് വെച്ചാൽ വരൾച്ച, അതുപോലെ തന്നെ എന്താ പറയാ ദാരിദ്ര്യം, ഇതൊക്കെ എന്താ, അത് കുറച്ചു നേരത്തേക്കൊന്നുമല്ല. അതിന്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ കുറച്ച് ദീർഘകാലത്തേക്കാണ്, മനസ്സിലായോ? അതിന് ദൈർഘ്യം കൂടും. കൊടുങ്കാറ്റൊക്കെ കുറച്ച് കാറ്റൊക്കെ വീശുന്നത് കുറെ സമയത്തേക്കൊക്കെ വീശും, ഇടയ്ക്കിടയ്ക്ക് വീശിക്കൊണ്ടിരിക്കും അല്ലെ. ശക്തമായ കാറ്റായിരിക്കും. കാരണം ഭൂമിക്കകത്തുള്ളതൊക്കെ എന്താ പറയാ ചുറ്റിക്കറക്കി എടുത്ത് വീശിക്കൊണ്ടുപോയി. ഈ പ്രാവശ്യം മഴയൊക്കെ കൂടുതൽ വന്നപ്പോഴും കൂടുതൽ കാറ്റായിരുന്നു. ബിഗിനിങ് ദിവസങ്ങളൊക്കെ മെയ് ഒരു ഹാഫ് ആയപ്പോഴേക്കും മഴയൊക്കെ തുടങ്ങിയിരുന്നു. അന്നേരം ആദ്യം വന്നത് ഭയങ്കര ശക്തമായ കാറ്റാണ്. ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ വീടിന്റെ റൂഫിൽ ഇട്ടിരുന്ന ഷീറ്റ്സ് വരെയൊക്കെ പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയി അല്ലെ. റോഡിലൊക്കെ വാഹനങ്ങളൊക്കെ തകിടം മറിഞ്ഞു കിടക്കുന്നു, മരങ്ങളൊക്കെ ഒരുപാട് കടവഴുകി വീണു, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെറുത്, പക്ഷെ എന്താ പറയാ ഇത്രയും വലിയ കൊടുങ്കാറ്റൊക്കെ നമ്മുടെ നാട്ടിലേക്കാണ് കൂടുതൽ മറ്റു നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചുഴലിക്കാറ്റൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് അത് ഷോർട്ട് അല്ല, അത് കുറച്ച് ലോങ് പീരീഡിലേക്കാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ ഡ്രോട്ടും ഫാമിനും ഒക്കെ, ഡ്രോട്ട്, വരൾച്ച, ദാരിദ്ര്യം, ഇതൊക്കെ കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ എങ്ങനെയുള്ള ഡിസാസ്റ്റർ ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ കാലാവധി, അലർട്ട് പീരീഡ് എന്ന് പറയുന്നത്, മനസ്സിലായോ? ആണെങ്കിൽ ഷോർട്ടാണ് പക്ഷെ ക്രൂഷ്യലാണ്. ഹരിക്കെയിന്, ഡ്രോട്ട്, ഫാമിനൊക്കെ അത് ലോങ് കേസിലുള്ള അല്ലെങ്കിൽ ലോങ് പീരീഡിലേക്കുള്ള ഒരു ഡിസാസ്റ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ ആ അലർട്ട് പീരീഡ് അതനുസരിച്ച് മാറും. എർത്തക്വേക്കാണോ അത് വന്ന് മാറി വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എന്താ പറയാ ഭൂമി കുലുങ്ങിയെങ്കിലും നമ്മുടെ ബിൽഡിംഗ് ഒന്നും അധികം പറ്റിയിട്ടില്ല, ചിലപ്പോൾ വിള്ളൽ വീണിട്ടുള്ളൂ, ആർക്കും അപകടവും ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ഓക്കെ. ആ പീരീഡ് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു, ആ ഫേസ് നമുക്ക് അലർട്ട് ആയിരിക്കേണ്ട, കെയർഫുൾ ആകേണ്ട സമയം കഴിഞ്ഞു.
പക്ഷെ ഹെറിക്കെയിൻസും ഇതുപോലെയുള്ള ദ്രോട്ട് ഫാമിലി ഒക്കെ കുറച്ച് ദീർഘകാലമായിരിക്കും. ദാരിദ്ര്യമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ല. ദാരിദ്ര്യം എന്ന് പറയുന്നതൊക്കെ ഇനി വരാൻ പാടില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, വരൾച്ച അതൊക്കെ കുറെ നാളത്തേക്ക് നിൽക്കും. കാരണം വരൾച്ച വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഒരു ശകലം എന്താ പറയാ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഡെയിലി കുറച്ച് വെള്ളമെങ്കിലും കുടിക്കണ്ടേ? വെള്ളം കുടിച്ച് നമുക്ക് ജീവൻ നിലനിർത്താനെങ്കിലും അല്ലെ, ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ആകാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളമെങ്കിലും കിട്ടാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ കുറെ നാളുകളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു എന്താ ഡിസാസ്റ്റർ ആയിരിക്കും. അപ്പൊ അലർട്ട് പീരീഡ് എന്ന് പറയുന്നത് അതാണ്. ഏത് ഡിസാസ്റ്റർ ഈസ് ഒക്കറിങ്, ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഡിസാസ്റ്ററിനെ ഇങ്ങനെ വികസിച്ച് വരുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അലേർട്ട് ഫേസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? രണ്ടാമത്തേത് അലേർട്ട് ഫേസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. ഇനി രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ദ ഡ്യൂറേഷൻ ഓഫ് ദ അലേർട്ട് ഫേസ്. അലേർട്ട് ഫേസിന്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ഇറ്റ് വേരീസ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തനുസരിച്ച് മാറും? അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ് എന്നത് അനുസരിച്ച് ഡിസാസ്റ്ററിന്റെ അലേർട്ട് പീരീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വേരി ചെയ്യാന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. എർത്ത് ക്വേക്ക് ഷോർട്ട് ആണ് ബട്ട് ക്രൂഷ്യൽ ആണ്. അതുപോലെ ഹെറിക്കെയിൻസ് ക്വൈറ്റ് ലോങ് ആണ്. അതുപോലെ തന്നെ ഡ്രോട്ട് ഫാമിലി ഒക്കെ വരും അല്ലെ. അതൊക്കെ വളരെ ലോങ് ആയിട്ടുള്ളതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്ക. ആ ഒരു എക്സാമ്പിൾ. വായിച്ചു നോക്കിയ അലർട്ട് ഫേസ്. മാം ഒന്നുകൂടി പറയോ? ഏതാ പറയട്ടെ? അലർട്ട് ഫേസ്. അലേർട്ട് ഫേസ്. അലർട്ട് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. അതായത് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ആ ഡിസാസ്റ്റർ കൊണ്ട് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് ചിലപ്പോ അതിങ്ങനെ എന്താ പറയാ ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണെന്നനുസരിച്ച്, ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ അനുസരിച്ച് അതിങ്ങനെ ചിലപ്പോൾ കൂടുതൽ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നതായിരിക്കാം, ചിലപ്പോൾ കുറവ് സമയത്തേക്ക് നിൽക്കുന്നതായിരിക്കാം. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. എർത്ത് ക്വേക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രം, വിതിൻ സെക്കൻഡ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നുള്ളൂ. അതിന്റെ കാലാവധി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മനസ്സിലായി? അപ്പൊ അത്രയും നേരം മാത്രം നമ്മൾ അലേർട്ട് ആയിട്ടിരുന്നാൽ മതി. ഒരു സമയം കഴിഞ്ഞ് കിട്ടി, സോ അത് മാറിക്കഴിഞ്ഞു. പക്ഷേ ചില ഡിസാസ്റ്റേഴ്സ് ഇറ്റ് ടേക്സ് മോർ ടൈം. അതിങ്ങനെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റാൻ ഇന്റർവെൽ. ചിലപ്പോ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഉണ്ടായി, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഉണ്ടായി. സോ വി ഹാവ് ടു ബി ഓൾവേസ് അലേർട്ട് ഡ്യൂറിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഡ്യൂറേഷൻ. ആ ഒരു സമയം മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? അലേർട്ട് ആയിട്ടിരിക്കണം. അതാണ് പറയുന്നത്. ഈ അലേർട്ട് ഫേസ് എന്ന് പറയുന്നത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഡ്യൂറേഷൻ. ഡ്യൂറേഷന്റെ സമയാനുസൃതമായിട്ട് അത് വ്യത്യാസമുണ്ട്. ചില സമയത്ത് നമുക്ക് അലർട്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? അലർട്ട് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് അലർട്ട് ആയിട്ടിരിക്കുക എന്ന് പറയില്ലേ? മലയാളം വാക്ക് എന്താന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. യു ഷുഡ് ബി അലേർട്ട് ഓൾവേസ്. നമ്മൾ എപ്പോഴും അലർട്ട് ആയിട്ടിരിക്കണം. എന്തെങ്കിലും നമ്മളെ സംബന്ധിക്കുന്ന ഇപ്പൊ ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ എപ്പോഴും അലർട്ട് ആയിട്ടിരിക്കണം. ജാഗ്രത, അതാണ്. ചില വാക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല അതിന്റെ മലയാളം. അതല്ല, ജാഗ്രത പാലിക്കണം. എങ്ങനെ ജാഗ്രത? അതാണ് ഇപ്പൊ ശരിയാണ്, വാർത്തയിലൊക്കെ പറയുമ്പോ ജാഗ്രത പാലിക്കാനൊക്കെ പറയില്ലേ അല്ലെ? അപ്പൊ എന്താണ്, ആ ഡിസാസ്റ്റർ ഒക്കറിയുന്ന ആ ഒരു സമയം അത് ചിലപ്പോ ഇങ്ങനെ വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അല്ല, ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അതപ്പൊ തീർന്നു. നോക്കിയേ, നിങ്ങൾ ആ എക്സാമ്പിൾ വെച്ച് നോക്കിയേ. ഡ്രോട്ട് ഫാമിൻ. ഡ്രോട്ട് എന്താ? വരൾച്ച. ഫാമിൻ എന്താ? ദാരിദ്ര്യം അല്ലെ? ഒന്നും കിട്ടാത്ത അവസ്ഥ. അതൊന്നും അങ്ങനെ ഇപ്പൊ ഒന്നും ഇല്ല. എല്ലാവർക്കും ആവശ്യത്തിന് 1, 2, 3 നേരം ഭക്ഷണം കഴിക്കാവുന്നവരൊക്കെ ഉള്ളൂ അല്ലെ? അതേസമയം ഡ്രോട്ട്, വരൾച്ച, ഒരു ഇച്ചിരി നേരത്തേക്ക് വരുന്ന വരൾച്ചയാണോ? അല്ല. വരൾച്ച എന്ന് പറയുന്നത് എന്താ? കുറെ ദിവസങ്ങളായിട്ട് നമുക്ക് ഒരു തരി വെള്ളം പോലും കിട്ടാത്ത ഒരു ദിവസം അല്ലെ? ദിവസങ്ങൾ, ചിലപ്പോ ഒരു മാസത്തേക്ക്, ചിലപ്പോ 2-3 മാസത്തേക്ക്, അത്രയും മാസത്തേക്കൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെങ്ങും വെള്ളമില്ലാന്ന്. ഭൂമിയിൽ മീൻസ് നമ്മള് എന്താ പറയാ, കിണറോ നമുക്ക് അത്യാവശ്യം ഒരു ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിക്കാനുള്ള ഒരു വെള്ളത്തിന്റെ ലഭ്യതയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിനെയാണ് നമ്മൾ വരൾച്ച കുടിക്കാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി പർപ്പസ് നമുക്ക് വെള്ളമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു അവസ്ഥ. പാചകം ചെയ്യാൻ, കുളിക്കാന്, നനയ്ക്കാന് ഒന്നിനും നമുക്ക് വെള്ളമില്ല. അറ്റ്ലീസ്റ്റ് കുടിക്കാൻ പോലും ഇല്ല. അങ്ങനെയുള്ളതൊക്കെ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം വെള്ളമില്ലാണ്ടിരുന്ന നമ്മൾ വരൾച്ച എന്ന് പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് മുഴുവൻ വെള്ളമില്ല. നമ്മുടെ വീട്ടിൽ പൈപ്പ് കണക്ഷനിൽ വെള്ളം പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കിണറിലുള്ള വെള്ളം കൊണ്ട് മൊത്തത്തോടെ പറ്റിപ്പോയി. ഇപ്പൊ 1-2 ദിവസത്തേക്ക് വെള്ളം പറ്റിപ്പോയി. അതേസമയം നമുക്ക് വാട്ടർ കണക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളമുണ്ട്. ഇതിനെ വരൾച്ച എന്ന് പറയുമോ? ഇല്ല. ഭൂമിയിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ. അതായത്
ഉണ്ടെങ്കിൽ തന്നെ വെള്ളം പുഴയൊക്കെ വറ്റി വരണ്ടൊക്കെ കിടക്കുന്നു. എവിടെ അറബിക്കടലിലൊക്കെ മാത്രമാണ് വെള്ളമൊക്കെ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കാം. അത് അങ്ങനെ മൊത്തത്തിൽ പോവുക, വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. അതാണ് അതെന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ചു നേരത്തേക്കൊന്നല്ല, ഇച്ചിരി കുറെ ലോങ് പീരീഡ്, അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരാഴ്ച, രണ്ടാഴ്ച, ഒരാഴ്ച ഒന്നും പറ്റൂല കേട്ടോ, ഒരു 2-3 മാസമൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുക. അതിന്റെയൊക്കെ എഫക്ട് എന്ന് പറയുന്നത് കുറെ നാളത്തേക്ക് നിൽക്കും. അപ്പൊ നമ്മൾ അത്രയും സമയം നമ്മൾ അലർട്ട്, ജാഗ്രത പാലിച്ച് ഇരിക്കണം. ഓക്കെ, അതേസമയം ഇടത്തേക്കൊക്കെ ജാഗ്രത കുറച്ച് സമയത്തേക്കാണ്, ആ ഒരു പർട്ടിക്കുലർ സെക്കൻഡ്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ നമ്മള് 6 ഫേസസ് ആണുള്ളത് നമ്മളുടെ എന്താ പറയാ ഡിസാസ്റ്ററിന്റെ. അതിൽ പ്രീ ഡിസാസ്റ്റർ ഫേസും അലേർട്ട് ഫേസും ആണ് നമ്മൾ പറഞ്ഞത്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ മുന്നേ തന്നെ ആളുകൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ആ ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ആ ഒരു പർപ്പസ്, എയിം എന്താണെന്ന് കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതായത് അലേർട്ട് ഫേസ്, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസും അതുപോലെ ആ എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, ഇമ്പാക്ട് ഫേസും അടുത്ത പോസ്റ്റ് ഇമ്പാക്റ്റും അതുപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വായിച്ചു നോക്കുക കേട്ടോ, ഇത്രയും വരെ നന്നായിട്ട് വായിച്ചു നോക്കുക. ട്രെയിനിങ്ങിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലേ, ഇപ്പൊ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അവിടേക്കൊക്കെ കുറെ പേരൊക്കെ സഹായത്തിന് വരും. ഇപ്പൊ ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ മാത്രമല്ല പുറത്തുനിന്ന് അപ്പോഴേക്കും ആളുകൾ കഷ്ടപ്പെട്ട് അവർ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ വഞ്ചിയും ബോട്ടും ഒക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ വഞ്ചിയൊക്കെ ആയിട്ട് വന്നു നമ്മളെ രക്ഷിക്കാനായിട്ട്. നമ്മൾ രക്ഷിക്കാൻ വരുമ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല വന്നേ, അവര് അവരുടെ കൂടെ കരുതിയ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ എന്തെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ബ്രെഡ് ആയിരിക്കാം, വെള്ളമായിരിക്കാം, ശുദ്ധജലം കുടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഉടുപ്പ്, ചെറിയ ചെറിയ അതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാര്, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനത്തെ ഒന്നും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വരും. പക്ഷെ ഇതെല്ലാവരും കൂടി വന്നിട്ട് എല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയല്ല. ആ വരുന്ന ആളുകള് ചില കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് അവര് തന്നെ ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് ചെയ്തെടുക്കും. ഞങ്ങൾ ഇന്ന സാധനമൊക്കെ ഞങ്ങൾ കൊണ്ടുത്തോളാം അവർക്ക് വേണ്ടി, അല്ലെ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പൊ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങൾ കൊടുത്തില്ലേ, നിങ്ങളാണ് അത് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഴിചാരേണ്ട അവസ്ഥയൊന്നും വരാതിരിക്കും. അങ്ങനെ വരുമ്പോ ഞാൻ കുറച്ച് കാര്യം ഇത് ഞാൻ ചെയ്തോളാം, ഇത് അപ്പൊ ചെയ്തില്ലെങ്കിൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി, ആളുടെ പേര് മാത്രമേ വരുള്ളൂ. അതേസമയം അത് അവിടെ കിട്ടിയില്ലല്ലോ, അവർക്കത് നിങ്ങൾ കൊടുത്തില്ലേ, അവിടെ ഇന്ന സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കുറച്ച് വാട്ടർ ബോട്ടിൽസ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു, വെള്ളത്തിന്റെ കുപ്പികൾ, വെള്ളം കൊടുക്കാൻ പറഞ്ഞു, അപ്പൊ അത് കൊടുത്തില്ല, അത് ഞാനല്ലല്ലോ ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ സാധ്യതകളുണ്ട്. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇത്രയും വരെ ഒന്ന് പഠിച്ചിട്ട് വരാട്ടോ. വായിച്ചൊക്കെ നോക്കുക. ഡിസാസ്റ്റർ ആണ്, എളുപ്പമാണ് വായിക്കാനും പഠിക്കാനും ഒക്കെ. അണ്ടർലൈൻ ചെയ്തതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.